ഹലോ വെൽക്കം ടു KS മെന്റർ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നാനോ ടെക്നോളജിനെ കുറിച്ചാണ്. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സയൻസിന്റെ ഒരു ഫീൽഡാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ആ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽഡാണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ നാനോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഗ്രീക്ക് വേർഡ് ആണ്. നാനോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം ഡ്വാർഫ് എന്നാണ്. നാനോ എന്ന് പറയുമ്പോഴത്തേക്ക് 10⁻⁻⁹ മീറ്റർ ആണ് റേഞ്ച് വരുന്നത്. നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസിനെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ഭയങ്കര കുഞ്ഞതാണ്. അതായത് നമ്മുടെ DNA വൈറസ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത്രയ്ക്ക് ചെറുതാണ് ഈ DNA വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നാനോ പാർട്ടിക്കിൾസിന്റെ ഒരു റേഞ്ച് വരുന്നത് 1 to 100 നാനോമീറ്ററിലാണ് നാനോ പാർട്ടിക്കിൾസിന്റെ റേഞ്ച് വരുന്നത്. ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സ്റ്റഡിയാണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ടോക്കിയോ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ടാനിഗുച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 1974 ഈ ഒരു വേർഡ് നാനോ ടെക്നോളജി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. അപ്പം ഈ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നാനോ ടെക്നോളജി എത്രമാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച് കണ്ടല്ലേ. ഈ നാനോ പാർട്ടിക്കിൾസിനെ, നാനോ മെറ്റീരിയൽസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡയമെൻഷന്റെ അടിസ്ഥാനത്തിൽ. 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ നാനോ പാർട്ടിക്കിൾസ് നമുക്കുണ്ട്. അപ്പം ഈ നാനോ പാർട്ടിക്കിൾസിനെ മാത്രമല്ല ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസുകളെയൊക്കെ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ഇപ്പം മെയിൻസിന്റെ എക്സാം ഉണ്ട്, അതുപോലെ ഇനി വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്സാം ആണ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം. ഒരുപാടൊക്കെ പേര് ജോലി കാത്തിരിക്കുന്ന നോക്കിയിരിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം. അപ്പൊ നമ്മുടെ KS മെന്ററിൽ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യണം. അതുപോലെ ഡിഗ്രി മെയിൻസിന്റെ എക്സാമുകളായ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, SI, LSGS ഒക്കെ ക്ലാസ് ഇപ്പൊ റണ്ണിങ് ആണ്. അതിലേക്കും എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആയിരുന്നു. 0 ഡയമെൻഷണൽ നാനോ പാർട്ടിക്കിൾസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ക്വാണ്ടം ഡോട്ട്സ്. ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നതാണ് ക്വാണ്ടം ഡോട്ട്സിന്റെ ഇത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണ്. 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഈ നാനോ ട്യൂബ്സ് ഒക്കെ ഇല്ലേ, കാർബൺ നാനോ ട്യൂബ്സ്, അതൊക്കെയാണ് 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിനകത്ത് വരുന്നത്. 2 ഡയമെൻഷൻ വരുമ്പോഴത്തേക്ക് എന്താണ്, ലെയർ പോലെ 2 ഡയമെൻഷൻ. ഇവിടെ പേപ്പറൊക്കെ ഇല്ലേ, പേപ്പറൊക്കെ 2D അല്ലേ, അപ്പം അങ്ങനെ വരുന്നതാണ്. അപ്പം ഷീറ്റ് ആയിട്ടുള്ളത് ഗ്രാഫീന്റെ ഷീറ്റ്സ് ഒക്കെ എന്താണ്, നാനോ പാർട്ടിക്കിൾസ് ഇൻ 2 ഡയമെൻഷൻ എക്സാമ്പിൾ ആണ്. 3 ഡയമെൻഷൻ വരുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചുകൂടെ ബൾക്കായിട്ടുള്ളതാണ്. എന്ത് വരുന്നു, പോളിക്രിസ്റ്റൽസ്, അതുപോലെ ഡെൻഡ്രൈമേഴ്സ് ഒക്കെ 3 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ നാനോ മെറ്റീരിയൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പം അതിലൊരു കാറ്റഗറിയാണ് 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ്. ഈ 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിൽ റേഞ്ചിലായിരിക്കും. നാനോ സ്കെയിൽ റേഞ്ച് എത്രയായിരുന്നു, 1 to 100 നാനോമീറ്റർ ആണ് നാനോ സ്കെയിൽ എന്ന് വരുന്നത്. അപ്പം 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഡയമെൻഷൻസും ഏത് റേഞ്ചിൽ വരുന്നു, നാനോ സ്കെയിലിൽ വരുന്നു. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറീൻസ്, AU എന്ന് പറയുമ്പോൾ എന്തിന്റെ സിമ്പിൾ ആണ്, ഗോൾഡിന്റെ സിമ്പിൾ ആണ് AU എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, 0 ഡയമെൻഷൻ ആണ് കേട്ടോ. 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിനകത്ത് ക്വാണ്ടം ഡോട്ട്സ് അത്ര നിസ്സാരക്കാരൊന്നും അല്ല. 2023 നൊബേൽ പ്രൈസ് സമ്മാനത്തിന് കാരണമായത് ക്വാണ്ടം ഡോട്ട്സിന്റെ സിന്തസിസിനും ഡിസ്കവറിക്കുമാണ്. മൗങ്കി ജി ബാവണ്ടി, ലൂയി സി ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്ന് പറയുന്ന 3 സയന്റിസ്റ്റുകളാണ് ക്വാണ്ടം ഡോട്ട്സിന്റെ ഡിസ്കവറിക്കും സിന്തസിസിനും വേണ്ടിയിട്ട് 2023 കെമിസ്ട്രിയുടെ നൊബേൽ പ്രൈസ് സമ്മാനം നേടിയത്. അലക്സി ഐ ഇക്കിമോവ് ഒരു ഫിസിസ്റ്റ് ആയിരുന്നു. ഈ ഫിസിസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസസിനെ കുറിച്ചും അവയുടെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് സൈസ് മാറുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരുന്നുണ്ട് എന്ന് കണ്ടെത്തി. അത് 1981 റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ലൂയി സി ബ്രൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലൂയി സി ബ്രൂസ് സോളാർ എനർജി ഉപയോഗിച്ച് എങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയെടുക്കാമെന്ന് 1983 പഠനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പം സോളാർ എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് നല്ലൊരു മെറ്റീരിയലാണ് കാഡ്മിയം സൾഫൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പം സോളാർ എനർജി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഈ കാഡ്മിയം സൾഫൈഡിനെ എന്ത് ചെയ്തു, ഒരുപാട് ചോപ്പ് ചെയ്ത് നാനോ സൈസിലുള്ള
കാഡ്മിയം സൾഫൈഡ് വരെ ആര് ഡെവലപ്പ് ചെയ്തു? ലൂയിസ് ഇ ബ്രൗസ് ഡെവലപ്പ് ചെയ്തു. അപ്പം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് ചെറിയ പാർട്ടിക്കിൾസ് ആകും തോറും ഇതിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരുന്നുണ്ടെന്ന് ലൂയിസ് ഇ ബ്രൂസ് 1983 സ്റ്റഡീസിൽ കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മൗങ്കി ജി ബാവണ്ടി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ക്വാണ്ടം ഡോട്ട്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ 1981 തൊട്ട് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ സ്റ്റഡീസും അതുപോലെ സിന്തസിസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2023 നൊബേൽ പ്രൈസ് സമ്മാനം ഈ 3 സയന്റിസ്റ്റുകളും കരസ്ഥമാക്കിയത്. ഈ ക്വാണ്ടം ഡോട്ട്സ് എന്താന്ന് കൂടുതൽ അറിയണ്ടേ? ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ആണ്. 2 to 10 നാനോമീറ്റർ ആണ് ക്വാണ്ടം ഡോട്ട്സിന്റെ ഡയമീറ്ററിന്റെ റേഞ്ച് വരുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാഡ്മിയം സെലിനൈഡ്, ലെഡ് സെലിനൈഡ് ഒക്കെ ക്വാണ്ടം ഡോട്ട്സിന്റെ എക്സാമ്പിൾ ആണ്. ക്വാണ്ടം ഡോട്ട്സിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ചുള്ള ഒരു ടെക്നിക്കാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, IBM, ഇന്റൽ പോലെയുള്ള കമ്പനിക്കൊക്കെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ച് ഡിവിഷൻസ് വരെയുണ്ട്. പിന്നെ നമ്മുടെ ഫൈനാൻസ് മേഖലയിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ അസസ്മെന്റ് നടത്താനും, അതായത് ഫൈനാൻസ് മേഖലയുടെയൊക്കെ അസസ്മെന്റ് നടത്താനും ക്രെഡിറ്റ് റിസ്ക് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച് നടത്തും. അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സ്പീച്ച് റെക്കഗ്നിഷനും ഒക്കെ ഈ ക്വാണ്ടം ഡോട്ട്സിന് ഉപയോഗമുണ്ട്. അതുപോലെ മെഷീൻ ലേണിംഗ് മേഖലയിലും ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അടുത്തത് വരുന്നത് LEDസിലാണ്. LEDs നമുക്കറിയാം അല്ലേ, നമ്മുടെ ടിവിയിലും അതുപോലെ കളർഫുൾ ലൈറ്റ്സിലും ഒക്കെ നമ്മൾ LED ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ LED ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം ഡോട്ട്സിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്വാണ്ടം ഡോട്ട്സ് നമുക്ക് പല സൈസ് റേഞ്ചിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെറിയ സൈസിലുള്ള ക്വാണ്ടം ഡോട്ട്സ്, വലിയ സൈസിലുള്ള ക്വാണ്ടം ഡോട്ട്സ്. ചെറിയ സൈസിലുള്ള ക്വാണ്ടം ഡോട്ട്സ് ആണെങ്കിൽ സ്മോളർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ബ്ലൂ കളർ എമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാർജ് സൈസിലുള്ള ക്വാണ്ടം ഡോട്ട് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് റെഡ് കളറിൽ ലൈറ്റിനെ എമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം ഡോട്ട്സിന് സൈസ് വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പല കളർ എമിറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ക്വാണ്ടം ഡോട്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ബയോമെഡിക്കൽ ഫീൽഡിലാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചർ നമ്മുടെ RBC ആണ്. RBCയിൽ മലേറിയ അഫക്റ്റഡ് ആയിട്ടുള്ളതാണ് കാണുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ക്വാണ്ടം ഡോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രമാത്രം അഫക്റ്റഡ് ആണ്, ഇപ്പോൾ ഒരു ഡിസീസ് വരികയാണെങ്കിൽ അത് എത്രമാത്രം അഫക്റ്റഡ് ആണ്, ഏതൊക്കെ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ചില ക്യാൻസർ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, എത്രമാത്രം ഡെവലപ്പിംഗ് ആണ്, എത്രമാത്രം ക്യാൻസറിന്റെ ഗ്രോത്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ടും എന്താണ് ക്വാണ്ടം ഡോട്ട്സ് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പം ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2023 നൊബേൽ പ്രൈസ് സമ്മാനത്തിന് കാരണമായിട്ടുള്ളത് ക്വാണ്ടം ഡോട്ട്സിന്റെ സിന്തസിസിനും ഡിസ്കവറിക്കുമായിരുന്നു. ഇനി 2022 നൊബേൽ പ്രൈസ് സമ്മാനം എന്ത് ഡിസ്കവറിക്കാണ്, ഏത് സയന്റിസ്റ്റുകളാണ് കെമിസ്ട്രിയിൽ 2022 നൊബേൽ പ്രൈസ് സമ്മാനം നേടിയതെന്ന് എന്റെ വീഡിയോ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.